പൊന്നു കുഞ്ഞെ 3 ദിവസമായിട്ട് ഇവൻ കണ്ണ് തുറക്കണില്ലല്ലോ. കണ്ണ് തുറന്നില്ലെങ്കിൽ എന്ത് 24 മണിക്കൂറും വാ തുറക്കുന്നുണ്ടല്ലോ. 3 ദിവസം കൊണ്ട് 3 ചാക്ക് അരിയാണ് തീർന്നത്. ഈ തിന്നണതൊക്കെ ഇത് എങ്ങോട്ട് പോണ? ആവിയായിട്ട് പോണോ? വാ തുറക്കൂ. ഓ വാപ്പണ കണ്ടു കഴിഞ്ഞാൽ ചോറ് ഉരുട്ടി അണ്ണാക്കിലോട്ട് ഉരുട്ടി കൊടുക്കാനാണെന്ന് തോന്നും. മരുന്നിനാണ്. അത് പറഞ്ഞപ്പോ അവന്റെ കെണ്ട വാ അങ്ങ് അടഞ്ഞു. ഇത് എന്തോ ഇതൊക്കെ നമുക്ക് തന്നെ വന്ന് ചേരണല്ലാന്നാണ്. നിനക്ക് കിട്ടിയോ? ബാബാ 3 ദിവസമായിട്ട് ഇവ കണ്ണു തുറക്കണില്ല. ആണോ? ആ പേടിക്കണ്ട. അയ്യോ അത്ഭുതം ബാബ, എന്ത് ദിവ്യ ഔഷധമാണ് അവന്റെ മൂക്കിൽ കയറ്റിയത്. അയ്യോ എന്റെ പൊന്നുമോളെ, ഇത് ഔഷധമൊന്നും അല്ല. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ബിവറേജിൽ പോയി ക്യൂ നിന്ന് മേടിച്ച ടാറിന്റെ കളറുള്ള കട്ടൻ സാധനമാ. ഇതൊരു തുള്ളി മണപ്പിച്ചാലുണ്ടല്ലോ വടി പോലെ കിടക്കുന്ന ശവം പോലും എഴുന്നേറ്റ് ഓടിപ്പോവും. അത്രയ്ക്ക് പവറാ ഇതിന്. ഇതെവിടെയാ? നിങ്ങളൊക്കെ ആരാന്ന്? ഞാൻ ബാവാ. ബാവാ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് സംസാരിക്കുന്ന ഒരു പാവയെ കാണുന്നത്. ഇതിന്റെ ഊത്തവിടെ ഞെക്കിയ സൗണ്ട് കേൾക്കുവോ? അത് കണ്ടപ്പോഴേ തോന്നി യോദ്ധ ബാവയാണെന്ന്. പക്ഷെ യോദ്ധ സിനിമ ഞാൻ കണ്ടയാണല്ലേ, അതിലെ ബാവയ്ക്ക് നല്ല സൈസ് ഉണ്ടല്ലോ. ഞാൻ നേരത്തെ നല്ല തടിച്ചു ഉരുണ്ട് നല്ല ചക്ക പോലെ ഇരുന്ന ആളാ. അതൊക്കെ ശരി തന്നെ. പക്ഷെ ചൊള മൊത്തം നല്ല ആണുങ്ങൾ കൊണ്ടുപോയി. ഇപ്പൊ കുരു മാത്രമേ ഉള്ളൂ. ഞാൻ പോകട്ടെ, ഉള്ള കാര്യം ഞാൻ പറയാം. എന്തെങ്കിലും പറഞ്ഞാ ഉടനെ അങ്ങ് പോവുമല്ലോ. അതല്ല, എനിക്ക് പ്രകൃതിയുടെ നിഗൂഢതയിലേക്ക് പോണോന്ന്. നിഗൂഢതയിലേക്ക് പോണതൊക്കെ കൊള്ളാം. ബക്കറ്റ് മഗ്ഗും വെള്ളമൊക്കെ എടുത്തോണ്ട് വേണം പോവാൻ. അവിടെ ചെന്ന് കുത്തി ഇരുന്നിട്ട് എന്നെ വിളിക്കരുത്, ഞാൻ വരൂല. ഉത്തൊക്കെ നിഗൂഢതയിൽ ചെന്നിട്ട് ശബ്ദം താഴ്ത്തി. ഇന്ന് കുറെ മൃഗങ്ങളൊക്കെ ചത്തു പൊങ്ങും ഒക്കെ എങ്ങി വന്നേ. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, അതായത് ഈ ബാവ എന്നൊക്കെ പറഞ്ഞ നേപ്പാളികളല്ലേ? പുള്ളി നേപ്പാളിക്കാരനാണ്? അയ്യോ, നേപ്പാളിലുള്ള ബാവയൊക്കെ കിടിലം ബാവയല്ലേ. ഇത് ബാലരാമപുരം ബാബു. ബാലരാമപുരം ബാബു? ബാലരാമപുരത്തിന്റെ ബായും ബാബുവിന്റെ ബായും. അപ്പൊ ബാബ. ഈ ബാബ എങ്ങനെ ഇവിടെ കാട്ടി വന്നത്? അയ്യോ, അതൊരു വലിയ കഥയാണ്. ഇങ്ങനെയുണ്ടല്ലോ, നമ്മുടെ തെരുവ് സർക്കസിലായിരുന്നു. അപ്പൊ ഇയാളുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ കണ്ണ് കെട്ടി കിലോമീറ്ററോളം ബൈക്ക് അങ്ങ് ഓടിക്കും. അപ്പൊ ഈ നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ ഗിന്നസ് റെക്കോർഡ്, അതിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഇതുപോലെ കണ്ണ് കെട്ടി ബൈക്കിൽ അങ്ങനെ ഓടിച്ചോണ്ട് പോയി. 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 15ാമതായപ്പോ ആളുകൾ എല്ലാരും കൂടെ അങ്ങ് നിർത്തിച്ച്. 15 കിലോമീറ്റർ ആയപ്പോഴോ? അയ്യോ അല്ല, 15 പേരെ ഇടിച്ച് കൊന്നപ്പ. പിന്നെ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ഇങ്ങനെ ഇടിച്ചൊതുക്കി കണ്ണ് കെട്ടി കാട്ടിലോട്ട് അങ്ങ് കയറ്റി വിട്ട് പുറകെ ഞാനും ഇങ്ങ് പോന്നു. അക്ക എന്തിനു പിറകെ വന്നത്? പ്രതികാരം ചെയ്യാൻ. പ്രതികാരോ? ഇങ്ങനെ ഇടിച്ചു കൊന്നതിൽ ഒരാളെ എന്റെ അച്ഛനായിരുന്നു. അതിന് പ്രതികാരം ചെയ്യാനാണ് ഞാൻ വന്നത്. എന്തിന്റെ പ്രതികാരം ചെയ്താ? ഞാൻ ചെയ്തില്ല, അങ്ങേര് ചെയ്ത്. ആ പ്രതികാരമാണ് ഇതാ കിഴിയും പിടിച്ചോണ്ട് നിക്കണത്. കിഴിയുടെ പേരെന്തോന്ന്? ഞാൻ വരെ കിഴി. അയ്യോ അതല്ല ഞാൻ ചോദിച്ചേ, ഈ നിക്കുന്ന ആടെ പേരെന്തുവന്ന്? പേരക്ക. ഈ മുതുക്ക് പേരക്കെടുത്തല്ല ചോദിച്ചത്, ഞാൻ പിഞ്ച് പേരക്കെടുത്താ ചോദിച്ചത്. എന്തോ ഓടുന്നെന്തുവാ? അവിടെ ഇരിക്കാൻ പറ്റില്ലടാ, കുരങ്ങിന്റെ ഭയങ്കര ശല്യം. അയ്യോ എന്താ കാട്ടുമാക്കാച്ചെ പോലെ ഇരിക്കണ്? അയ്യോ ഞാൻ ബാബുവാ. എന്താ പേരെന്തുവാ? മിനി BS. അയ്യോ എന്താ നല്ല പേരെന്ന് പറഞ്ഞതാ. എനിക്ക് കൊച്ചിനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട്. ഒരാളെ കണ്ട ഉടനെ ഇഷ്ടപ്പെടോ? ഇതൊക്കെ ഞരമ്പന്മാരെ തുടക്കവാ, എനിക്കറിയാം. അയ്യോ അങ്ങനെ പറയല്ലേ, 3 ദിവസമായിട്ട് ഞാൻ കൊച്ചിനെ കണ്ടോണ്ടിരിക്കുവല്ലേ. 3 ദിവസമായിട്ട് കണ്ണടച്ച് കിടക്കണം. നിങ്ങൾ എങ്ങനെ എന്നെ കണ്ട്? സത്യം പറയല്ലേ, ഞാൻ മനഃപൂർവ്വം കണ്ണടച്ച് കിടന്നതാ. എന്തിന്? ഇത്രേ സുന്ദരിയായ ഒരു പെണ്ണ് 3 ദിവസം നിർത്താതെ തടമ്പോ യാവനടി കണ്ണു തുറക്കണത്. എന്റെ അമ്മ എങ്ങനെ അറിഞ്ഞിരുന്നെങ്കിലേ തിളച്ച എന്നെ കോരി ഒഴിച്ചതന്നെ. അത് എന്റെ ദേഹത്തല്ല, നിന്റെ അപ്പം ബാവയുടെ ദേഹത്ത് ഒഴിക്കണം. ഈ 3 ദിവസം അയാൾ എന്റെ ഫ്രണ്ടിൽ വന്നാണ് ഡ്രസ്സ് മാറിയത്. ഇതൊരു കാടല്ലേ, എന്തോരം ഇലകളുണ്ട്, വള്ളികളുണ്ട്. ഒരെണ്ണം ചുറ്റിക്കൊണ്ട് നടക്കാൻ പറയണം ബാവയെടുത്ത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നും ഈ കാട്ടുകിടങ്ങുന്ന ഇവിടെ കിടന്നാ മതിയോ? ടൗണിലോട്ടൊക്കെ ഇറങ്ങണ്ടേ? ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. പിന്നെന്താ ഇറങ്ങാത്തത്? പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തോന്ന് പ്രശ്നം? എന്നെ ഒരുത്തം ഭയങ്കര ശല്യം. ആര് ശല്യം ചെയ്യുന്നത്? ഫേസ്ബുക്കിൽ ഒരു സുധീഷ് പുനലൂർ. പേര് കേട്ടാ തന്നെ അറിയാൻ ഞരമ്പിന്റെ ഉസ്താദാണെന്ന് അവൻ. അവൻ എങ്ങനെ ശല്യം ചെയ്യുന്നത്? മെസ്സഞ്ചറിൽ കൂടി വൃത്തിയിട്ട മെസ്സേജ് ഒക്കെയാണ് എനിക്ക് അയക്കണം. മെസ്സേജ് അയക്കുവോ? അങ്ങനെയാണെങ്കിൽ മെസ്സേജ് അയക്കുന്ന അവന്റെ കൈ നമുക്ക് വെട്ടാം. അയ്യോ അത് തെറ്റല്ലേ? അപ്പൊ കാല് വെട്ടിയാലോ? അതും തെറ്റല്ലേ? എങ്കിൽ അവന്റെ ഫോൺ അടിച്ചു ഓടിച്ച് സിം ഓടിച്ചു കളഞ്ഞാലോ? അപ്പൊ ആ ചേട്ടൻ എങ്ങനെ ഗൂഗിൾ പേയിൽ എനിക്ക് പൈസ അയക്കും? അപ്പൊ അത് തെറ്റല്ല. ഉടായിപ്പേ പാവം ചെറുക്കനെ നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് നിന്നെ കല്യാണം കഴിച്ചങ്ങ് നാട്ടിലോട്ട് കൊണ്ടുപോകണം. അത് നടക്കത്തില്ല. എന്തുകൊണ്ട് നടക്കത്തില്ല? എന്നെ കല്യാണം കഴിക്കാൻ ആകെ സ്വന്തമായിട്ട് ഒരു ജോലി വേണം. ആര് പറഞ്ഞു ജോലിയില്ലെന്ന്? എനിക്ക് നല്ലൊരു ജോലി ഉണ്ടോ? മിഷൻ ഉണ്ടല്ലോ. മക്കളെ
ആ മെഷീൻ 2 ദിവസത്തേക്ക് ഇവിടെ കൊണ്ടുവന്ന് വിടുകൂടാ. എന്തിന്? ബാവയ്ക്ക് 2 നിക്കർ അടിച്ചു കൊടുക്കാൻ കുറെ ദിവസമായിട്ട് പറയണം. എനിക്കൊരു ജമ്പർ പഠിക്കാല. നിങ്ങൾ എന്ത് മിഷൻ എന്നാ വിചാരിച്ചത്? മിഷൻ ആ മിഷൻ അല്ല, ഇത് ഞങ്ങളുടെ ഒരു ദൗത്യത്തിന്റെ നേമാണ്. മിഷൻ ഉണ്ടാ 7. 007 എന്നല്ലേ? അത്രയ്ക്ക് വിദ്യാഭ്യാസമുള്ളവരൊന്നും നമ്മുടെ കൂടെ ഇല്ല. അതാണ് പറയുന്നത് ഉണ്ടാ 7. അപ്പൊ ഈ ഉണ്ടക്കച്ചവടം മക്കൾ ഒറ്റയ്ക്കാ ചെയ്യണത്? എന്റെ ഉണ്ട കച്ചവടം അല്ല അക്കച്ചി, മറ്റേ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്താണ്. അമ്മ ഇത് മറ്റേ തീവ്രവാദികളെ സംഘടനയില്ലേ, അതാണെന്ന് തോന്നുന്നു. അതാണ് പറയുന്നത് ഉണ്ടാ 7. ഇത് നടത്തുന്നത് വെച്ചാൽ ഞാനും എന്റെ ഒരു ബോസുമാണ്. ബോസ് എന്ന് വെച്ചാൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും ഈ ബോസും കൂടി 1 കോടി രൂപയുടെ ഒരു ദൗത്യം ഏറ്റെടുത്ത് ഒരു പ്രമുഖനെ ബെൽറ്റ് ബോംബിട്ട് കൊല്ലാൻ വേണ്ടി. അങ്ങനെ ആ പ്രമുഖന്റെ കാറിൽ ബെൽറ്റ് ബോംബിട്ട് ഞാൻ തിരിഞ്ഞതും പോലീസ് എന്നെ കണ്ട് എന്താണ് അവിടെ കിടന്ന് കറങ്ങണേന്ന് ചോദിച്ചു. ഞാൻ ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തില്ലേ. അങ്ങനെ ഓടി ഒരു കൊക്കയെ വന്ന് വീണ്. അതിനുശേഷം ഒന്നും ഓർമ്മയില്ല അക്കച്ചി എനിക്ക്. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. എന്താ? ആ കൊക്കയും നേരെ വീണതേ ഒരു മരത്തിന്റെ മുകളിലാണ്. ഞങ്ങളുടെ ബാബ വിചാരിച്ച് ഏതോ വവ്വാലാണ് തൂങ്ങി കിടക്കണേന്ന്. ബാബയ്ക്കാണെങ്കിൽ വവ്വാൽ ഫ്രൈ എന്ന് വെച്ച ജീവനാണ്. അപ്പൊ തന്നെ നിങ്ങൾ എടുത്തോണ്ടെന്ന് ഇവിടെ കമത്തി കടത്തി ചവിട്ടി തൊലി ഉരിക്കാൻ നോക്കിയപ്പോഴേ മനുഷ്യനാണെന്ന് മനസ്സിലായി. അപ്പൊ എല്ലാരും കൂടി കമത്തിയിട്ട് തൊലി ഉരിച്ചായിരുന്നു. ചുമ്മാ അല്ല ഈ ഭാഗമൊക്കെ വെളുത്തിരിക്കണത്. അയ്യോ, കുറച്ച് ചതയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം കൂടി ഫ്രൈ ചെയ്ത് തിന്നേനെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അന്ന് കൊക്കയിൽ വീണതിന് ശേഷം എന്റെ ഫോൺ എവിടെ മിസ്സായി. എന്റെ ബോസിനെ ഒന്ന് വിളിക്കണം. ഫോൺ ഉണ്ടോ? ഉണ്ട്. ഒന്ന് വിളിക്കാണ്. അല്ല, നിന്റെ ബോസിന്റെ പേരെന്തോന്നാണ്? My name is ബില്ല. എല്ലിനും പുല്ലനൊന്നും അല്ല, പുള്ളിയുടെ പേരാ പറഞ്ഞ ബില്ല. വിളിക്ക്. നമ്പർ പറ. 81 37 07 72 65. നിന്റെ ബോസിന്റെ പേരെന്തെന്ന് ട്രൂ കോളറിൽ ചെല്ലപ്പ അണ്ടിപ്പള്ളിക്കാവെന്നാണല്ലോ കാണിക്കുന്നത്. അത് എത്ര ഒളിപ്പിച്ച് വെച്ചാലും ട്രൂ കോളർ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും. വിളിക്ക്. ഹലോ ചെല്ല. അല്ല ബില്ല. നിങ്ങളെ കൂടെയുള്ള ഒരാള് കൊക്കയിൽ വീണ് ഞങ്ങളെ കൂടെ ഉണ്ട്. ഇന്നാണ് അവന് ബോധം വന്നത്. അപ്പൊ അവൻ ചോദിക്കണത് എന്തൊരു ചെയ്യണോന്ന്. ശരി പറ. എന്ത് പറഞ്ഞു എന്റെ ബോസ്? നിന്റെ ബോസ് പറഞ്ഞു നീ ഒരു ചാവേറായതുകൊണ്ട് പോയി ചത്തു തൊലയെ. അങ്ങനെ പറഞ്ഞാ? നല്ല രീതി എന്നെ അങ്ങ് നീ തേച്ചല്ലോ. എന്തായാലും ഒരു കാര്യം ചെയ്യുമ്പോ ബോസിനെ ഞാനും തേക്കാൻ പോവാ. ഞാൻ പറഞ്ഞില്ലേ ആ ബെൽറ്റ് ബോംബിന്റെ കാര്യം, അത് ആര് പൊട്ടിക്കുന്നു അവർക്ക് 1 കോടി രൂപ ഗൂഗിൾ പേ കിട്ടും. ദാണ്ടെ ആ ബോംബിന്റെ റിമോട്ട് എന്റെ കയ്യിലുണ്ടല്ലോ. ഇപ്പഴാ ഞാൻ ഒരു കാര്യം ഓർത്തത്. എന്താ? എന്റെ വാവ പറഞ്ഞേ ചേട്ടൻ ഇനി ചികിത്സ തീർന്നിട്ടില്ല, സുഖ ചികിത്സയുണ്ട്. ഞാൻ ഇനി ഒഴിച്ചിലുണ്ട്, കടച്ചിലുണ്ട്, എന്റെ വക സ്പെഷ്യൽ ഇനി പിഴിച്ചിലുണ്ട്. അത് കണ്ടപ്പോഴേ തോന്നി നല്ല പിടിച്ചിലുണ്ട്. അതാണല്ലോ ഫേസ്ബുക്ക് വഴി ഓരോരുത്തരെ പരിചയപ്പെട്ട് പൈസ മേടിക്കണത്. ഇതല്ല, ഈ ബോംബ് ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപ ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ വരും. ഞാൻ ബോംബ് പൊട്ടിക്കാൻ പോവാ. അമ്മേ, പൈസ വന്നതോ? സൗണ്ട് കിട്ട്. 1 കോടി വന്നു. രണ്ടാമത് സൗണ്ട് 2 കോടി വന്നു. ഞാൻ കല്യാണം കഴിക്കട്ടെ. ഇതാ 3ാമത് സൗണ്ട്. എന്നാ ഞങ്ങൾ ഓടിപ്പോട്ടെ എവിടെയെങ്കിലും. 4ാമത് സൗണ്ട്, 5ാമത് സൗണ്ട് നിർത്താതെ കേൾക്കുന്നുണ്ടല്ലേ. ഇതെന്റെ ബെൽറ്റ് ബോംബിന്റെ സൗണ്ട് ആണല്ലേ. ഇതെവിടെ? അയ്യോ ദേ കേക്കണ്. അയ്യോ ദാ കേക്കണ്. അയ്യോ ദാ കേക്കണെന്ന്. എന്ത് പറ്റി? ഞാന് മറ്റേ പ്രമുഖനെ കൊല്ലാൻ വേണ്ടി കാറിയിട്ടത് എന്റെ പാന്റിന്റെ ബെൽറ്റാ. അപ്പൊ ബെൽറ്റ് ബോംബ്? ആ ബെൽറ്റ് ബോംബല്ലേ ഇതായിരിക്കുന്നത്. അയ്യോ അമ്മ, എടുത്തു തരുവോ? ഒന്ന് എടുത്തു തരുവോ? എനിക്ക് പേടി. അമ്മയുടെ അടുത്ത് പറ. അമ്മ എന്നെ ഓടിച്ചു. 1 കോടി രൂപ ഒന്ന് എടുത്തു തരുവോ? 1 കോടി രൂപ തരുമോ? തരുമോ? അമ്മ ഞാൻ 1 കോടി വേണോ? ആദ്യം ജീവൻ വേണം. ഇങ്ങോട്ട് വാടി. അയ്യോ പോവല്ലേ. അയ്യോ ദാ പോട് ദൈവ തമ്പുരാനെ. ഇല്ല